എന്താണ് പീരീഡ് പെയിൻ? സാധാരണ പീരീഡ് വരുന്ന സമയത്ത് യൂട്രസിൽ ക്രാംസ് വരാറുണ്ട്. ഈ ക്രാംസ് കാരണമാണ് ബ്ലീഡിങ് ക്ലോട്ട്സ് എല്ലാം വെളിയിലോട്ട് വരുന്നത്. ചിലർക്ക് അത് മൈൽഡ് ആയിരിക്കാം, ചിലർക്ക് മോഡറേറ്റ് ആയിരിക്കാം, ചിലർക്ക് സിവിയർ ആയിരിക്കാം. ഇതിനെല്ലാം സിവിയർ ഒക്കെ പെയിൻ വരുന്നതിന് ഓരോ കാരണങ്ങൾ ഉണ്ടാവാം. ചിലപ്പോൾ ഫൈബ്രോയിഡ്സ് ആവാം. ഫൈബ്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഗർഭപാത്രത്തിൽ ഉണ്ടാവുന്ന പലയിടങ്ങളിൽ ഉണ്ടാവുന്ന മുഴകളാണ്. ആ മുഴകളുള്ളപ്പോൾ പീരീഡ് പെയിൻ കൂടുതലായിരിക്കാം. അത് സെക്കൻഡ് കോസ് ആണ് പോളിപ്സ് എന്ന് പറയും. പോളിപ്സ് എന്ന് പറഞ്ഞാൽ യൂട്രസിന് എൻഡോമെട്രിയൽ ലൈനിങ് ക്യാവിറ്റിക്ക് അകത്തോട്ട് ഒരു ഗ്രോത്ത് പോലെ ഒരു ടിഷ്യൂ ഗ്രോ ചെയ്ത് വളരുന്നതാണ്. മൂന്നാമത്തെ കാരണം എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നതാണ്. യൂട്രസിന്റെ ഉള്ളിലുള്ള ലൈനിങ് ആണ് എൻഡോമെട്രിയം. ആ ലൈനിങ് വെളിയിൽ എവിടെയെങ്കിലും വളരുന്നതിനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെയുള്ള ഡിസീസാണ് അഡിനോമയോസിസ്. അഡിനോമയോസിസ് വരുമ്പോഴും യൂട്രസിന്റെ ഭിത്തിയിലോട്ട് ബ്ലീഡിങ് വരാം. അപ്പം അങ്ങനെയുള്ളവർക്ക് വളരെ സിവിയർ പെയിൻ ആയിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ജോലി അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. 4-5 ദിവസം മാസത്തിൽ ഒരിക്കൽ വെച്ച് അവർക്ക് ലീവ് എടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്. ചിലർക്കൊക്കെ വേദന വന്നിട്ട് നിലത്ത് കിടന്ന് ഉരുളുന്ന അവസ്ഥയിലാണ് ഞങ്ങളുടെ അടുത്ത് വരാറ്. അതേപോലെ പീരീഡ് ടൈമിൽ തന്നെ വയറ്റിൽ നിന്ന് പോകുമ്പോൾ സിവിയർ പെയിൻ വരാറുണ്ട്. അതേപോലെ ലൂസ് സ്റ്റൂൾസ്, കോൺസ്റ്റിപ്പേഷൻ, തലകറക്കം, വോമിറ്റിംഗ്, ടോട്ടലി മൂഡ് സ്വിങ്സ്, അതിൻ്റെ കൂടെ തന്നെ PMS, പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് ഇതെല്ലാം വരാറുണ്ട്. ഇതിനെല്ലാം കൃത്യമായ ഡയഗ്നോസിസും ട്രീറ്റ്മെൻറ്റും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം റിലീഫ് കിട്ടുന്നതായിരിക്കും. സ്റ്റേ ഹാപ്പി, സ്റ്റേ ഹെൽത്തി.